സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പകരം DA കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതിൽ മുൻഗണന നൽകും. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന സൂചന. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട്. പകരം ക്ഷാമബത്ത അഥവാ DA കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതിനായിരിക്കും മുൻഗണന നൽകുന്നത്. ഈ മാസം 19-ന് മുഖ്യമന്ത്രി VD സതീശൻ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിർണായക പ്രഖ്യാപനങ്ങൾ തന്നെ ഉണ്ടായേക്കും. 2% ക്ഷാമബത്ത ഇപ്പോൾ കുടിശ്ശികയുണ്ട്. അത് ബജറ്റിൽ പ്രഖ്യാപിക്കും. നേരത്തെ അനുവദിച്ച ക്ഷാമബത്ത ഗഡുക്കളുടെ മുൻകാല പ്രാബല്യം അനുസരിച്ചുള്ള കുടിശ്ശിക നൽകിയിട്ടില്ല. ജീവനക്കാർ 21,670 കോടിയും പെൻഷൻകാർക്ക് 14,387 കോടിയുമാണ് ഈ ഇനത്തിൽ പണമായി നൽകേണ്ടത്. ഇത് ഘട്ടം ഘട്ടമായി കൊടുക്കാനാണ് ആലോചന. KCBയെ പൊതുമേഖലയിൽ തന്നെ നിർത്തി വൈദ്യുതിയോൽപാദന രംഗം കൂടുതൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള മാർഗരേഖയടക്കം ബജറ്റിലുണ്ടാകും. മുൻ സർക്കാർ നീട്ടിവെച്ച ആ ബാധ്യത ഏറ്റെടുത്താൽ വാഗ്ദാനം ചെയ്ത ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കാനാകാതെ വരും. പെൻഷൻ പ്രായം കൂട്ടിയാൽ വിരമിക്കൽ ആനുകൂല്യങ്ങൾ വർഷം 6,000 കോടി രൂപ വീതം 2 വർഷം 12,000 കോടി ലാഭിക്കാമെന്നാണ് ധവളപത്രം പറയുന്നത്. എന്നാൽ ഇത് സ്ഥായിയായ ലാഭമല്ല. എപ്പോൾ വിരമിച്ചാലും ആനുകൂല്യം നൽകണം. ചിലവ് മാറ്റിവെക്കാൻ മാത്രമേ സാധിക്കൂ. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന ധവളപത്ര നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുമെന്ന സൂചന കൂടിയുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.